guys, what's up? Welcome back to a new episode of New Vlogs. ഇന്ന് നമ്മൾ വിഷു വ്ളോഗാണ് ചെയ്യാൻ പോണത്. ഒരു 3-4 വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഞാൻ ഒരു വിഷു വ്ളോഗോ ക്രിസ്മസ് വ്ളോഗോ ഓണം വ്ളോഗോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു വിഷു ആയിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം ഇപ്രാവശ്യത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു 25 വർഷം ആവാറായി. ഈ 25 വർഷത്തിനിടയിൽ ഇതുവരെയായിട്ടും രണ്ടുപേരും അമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് കണി കണ്ടിട്ടില്ല. അപ്പം ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ അമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് കംപ്ലീറ്റ്ലി വിഷു ആഘോഷിച്ചത്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ്. പക്ഷെ നമ്മൾ വ്ളോഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ വളരെ സ്പെഷ്യൽ വിഷു ആണ്. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. So without further ado, let's go in this video. Let's go. I lose my breath whenever I see you. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5:55 ബസ്സിൽ നമ്മൾ കയറി. നമ്മൾ ബസ് എവിടെയെന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ച് KSRTC ബസ്സിൻ്റെ ടൈമിങ്സ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ 5:55 കോഴിക്കൊമ്പ ബ്രിഡ്ജിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ബസ് നമ്മൾ കണ്ടെത്തി. അപ്പം അമ്മയുടെ കുടുംബക്ഷേത്രം മാസത്തിലൊരിക്കലാണ് തുറക്കാറുള്ളത്. അതും സംക്രമത്തിൻ്റെ സമയത്താണ്. അപ്പം എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് സാറ്റർഡേ രാവിലെ ആയിരുന്നു. ഞങ്ങൾ തലേ ദിവസമാണ് കേട്ടോ അറിയണം. അപ്പോൾ പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ബസ്സിൽ പോവാണ്. അച്ഛൻ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഡയറക്റ്റ് വീട്ടിലേക്ക് വരും. അപ്പോൾ ഇത് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു ബസ് റൈഡ് ചെയ്തു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വളരെ ഇപ്പോഴത്തെ ഫേമസ് ആയ കോഴിക്കൊമ്പ ബ്രിഡ്ജ്. എന്തുകൊണ്ട് ഈ പേര് വന്നൊന്നും ആർക്കും അറിയില്ല. ഇപ്പോഴും എനിക്കതൊരു സംശയം കേട്ടോ. അപ്പം പാടങ്ങളും തോടും എല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ അതിൽ കൂടെ ആ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. അപ്പം നമ്മൾ അവിടെ രാവിലെ ഒന്ന് പാലൊക്കെ കൊടുക്കാൻ വന്ന കേട്ടോ. അത് ആക്ച്വലി പൂജ തുടങ്ങിയിട്ടില്ല, ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പൂജ തുടങ്ങുള്ളൂ. അപ്പോൾ അത് നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഇവിടെ കുടുംബക്ഷേത്രം തന്നെയാണ് ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് പൂജ തൊഴുന്ന സമയത്താവുമ്പോൾ നമുക്ക് വരാമെന്നൊക്കെ വിചാരിച്ച് വന്നാൽ കേട്ടോ. അതേ അപ്പോൾ നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇതായിരുന്നു മുത്തശ്ശിയുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡലി, ചമ്മന്തി ആൻഡ് മുളക്. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് വന്നേക്കാണ്. ഇവിടെ തൊഴുതിട്ട് ശിവൻ്റെ അമ്പലം കേട്ടോ. ഇവിടെ തൊഴുതിട്ട് നമ്മൾ മറ്റേ അമ്പലത്തിലേക്ക് പോകും പൂജയുടെ ടൈം ആകുമ്പോഴത്തേനും. അപ്പോൾ അതേ ഈ അമ്പലത്തിലെ പ്രസാദമാണ് കേട്ടോ. പാൽപ്പായസം ശർക്കര പായസത്തോടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. പാൽപ്പായസത്തിൽ ഇവിടെ പഞ്ചസാര ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ കഴിക്കുന്നത് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇതായിരുന്നു നമ്മുടെ ഡിന്നർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കിടങ്ങൂറുള്ളൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. One humongous meal later.
next morning. ഇപ്പോൾ വിഷുവിൻ്റെ രാവിലെ വന്ന് നമ്മളിവിടെ വന്ന് തൊഴുതു. പിന്നെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ നിന്ന് വന്ന് തൊഴുതു കേട്ടോ. നമ്മൾ തൊഴുതിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ പുത്രക്കോവിൽ ക്ഷേത്രത്തിൽ വന്നു കേട്ടോ. ഇവിടെ കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ വിഷുവായിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശിയും ഞാനും അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ആൻഡ് ദെൻ സദ്യ വാങ്ങാനായിട്ട് നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞിരുന്നത് രുചി പഴയിടത്തിൻ്റെ അടുത്താട്ടോ. അപ്പം നമ്മൾ ആദ്യം കണ്ടത് അവരുടെ തറവാടാണ്. ആൻഡ് ഇതാണ് അവരുടെ കേറ്ററിങ്ങിൻ്റെ സ്ഥലം കേട്ടോ. അപ്പം നമ്മൾ 20 പേർക്ക് വേണ്ടിയിട്ടുള്ള സദ്യയാണ് പറഞ്ഞത്. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഒരു പായസം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നമ്മളത് കാറിലേക്ക് കയറ്റി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ് എല്ലാവരും സദ്യ കഴിക്കാൻ തുടങ്ങി. ഇരിക്കുന്നത് എൻ്റെ അമ്മയുടെ മുത്തശ്ശനാണ്, അതായത് എൻ്റെ അമ്മാത്ത മുത്തശ്ശനാണ്. അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമായിരുന്നു. നമുക്കൊരു പായസം ഉണ്ടായിരുന്നു, അടപ്രഥമൻ. പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. പായസമൊക്കെ കൂട്ടി നല്ല സദ്യയായിരുന്നു ഇന്നത്തെ. One humongous meal later. ഓക്കെ ഗൈസ്, അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വിശ്രമിക്കുമായിരുന്നു. കിടന്നൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേനും എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തി ചിറ്റ വരാനായിട്ട് നമ്മൾ ആക്ച്വലി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ചിറ്റ വന്നു, നമ്മൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. ബിക്കോസ് ചേച്ചിക്ക് എക്സാം അടുത്ത് ആവാറായി. അതോടൊപ്പം തന്നെ വിഷുവായിട്ട് വീട്ടിൽ വിളക്ക് കൊളുത്തണ്ടേ. അപ്പം അങ്ങനെ ഓരോരോ ചിന്തകളാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. So you guys really enjoyed it. If you guys really did, give this video a big thumbs up, subscribe to my YouTube channel, press notification bell, and we'll see you guys next video. Bye bye. New vlogs signing out. Peace.